എല്ലാവർക്കും ഗ്രീൻ ആൻഡ് ഗ്രേവിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അത് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഒരു സാധാരണ പുട്ടല്ല, അത് വളരെ ഹെൽത്തിയും ഭയങ്കര കളർഫുള്ളുമായിട്ടുള്ള ഒരു പുട്ടാണ്. നമ്മൾ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഇടയ്ക്കൊക്കെ പുട്ടുണ്ടാക്കുന്നതാണല്ലോ. അത് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കും പച്ചക്കറി കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കും ഒക്കെ ഇങ്ങനെ ഒരു കളർഫുള്ളായിട്ടുള്ള പുട്ട് കാണുമ്പം അവർ തന്നാലെ ഇഷ്ടപ്പെടും, അത് കഴിക്കുകയും ചെയ്യും. പണവും പ്രതാപവും നമുക്കെന്തിനാ, പുട്ടുണ്ടല്ലോ പുട്ടിൻ പൊടിയുണ്ടല്ലോ. കോഴിക്കോടുള്ള ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് അസീസാണ് മുരിങ്ങയില വെച്ച് പുട്ടുണ്ടാക്കുന്നത് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ കൂടെ ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒക്കെ കൂടി ആഡ് ചെയ്തു. ഈ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റും മുരിങ്ങയിലയും ബീറ്റ്റൂട്ടുമാണ്. പച്ചക്കറികൾ ഓരോന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ അധികം വെള്ളം ചേർക്കണ്ട കേട്ടോ, നമുക്ക് പുട്ട് കുഴയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ, അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്താൽ മതി. ഇത് നമ്മൾ പച്ചക്കറികൾ ആദ്യം വേവിച്ചിട്ട് മിക്സിയിൽ അരയ്ക്കൊന്നും വേണ്ട കേട്ടോ. അതെന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് വേവിക്കുമ്പം അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഒരു ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ ഒരു 5 മിനിറ്റൊക്കെ നമ്മൾ വേവിക്കുന്നുണ്ടല്ലോ. ഇത് പുട്ടിൻ്റെ കൂടെ തന്നെ ആവിയിൽ നന്നായിട്ട് വെന്ത് വരികയും ചെയ്യും. ആ മുരിങ്ങയില നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ അതിനൊരു വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ. അത് നിങ്ങൾ പേടിക്കണ്ട, നമ്മൾ പൊടിയൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് പുട്ടുണ്ടാക്കി വരുമ്പോഴത്തേക്കും ആ സ്മെല്ലൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ക്യാരറ്റ് നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ നല്ലതല്ലേ, അതിൽ വൈറ്റമിൻ എ ധാരാളം ഉണ്ട്. അതേപോലെ തന്നെ അത് കണ്ണിനും ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനും ഒക്കെ വളരെ നല്ലതാണ്. മുരിങ്ങയിലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. മുരിങ്ങയിലയിൽ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ സ്കിന്നിനും മുടിക്കും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷനൊക്കെ ഉള്ളവർക്ക് വയറിനും മുരിങ്ങയില നല്ലതാണ്. ബീറ്റ്റൂട്ടിൽ വൈറ്റമിൻ സി ആണുള്ളത്. പിന്നെ നമ്മൾ BP ഒക്കെ ഉള്ളവർ ബീറ്റ്റൂട്ട് കഴിക്കുന്നത് നല്ലതാണ്. ഞാനിപ്പം വെറുതെ കുറച്ച് അരിപ്പൊടിയും കുഴച്ചിട്ടുണ്ട്, അതൊരു ഡിസൈനിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പൊടികളെല്ലാം നനച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഏത് ഡിസൈനിൽ വേണോ അതേപോലെ തന്നെ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ നാളികേരം ഇട്ടതിന് ശേഷം പല കളറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ലെയറാക്കി എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒരു 10 മിനിറ്റ് ആവിയിൽ വേവിച്ചാൽ മതി. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. എന്ത് രസമാണെന്ന് നോക്കിയാൽ പുട്ട് വരുന്നത് കാണാൻ. ഈ കളർഫുള്ളും ഹെൽത്തി ആയിട്ടുള്ള പുട്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. എന്നാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ പുട്ടിന് വേണ്ടിയിട്ട് തേങ്ങ ചിരണ്ടിയെടുത്ത ആ ചിരട്ടയ്ക്കകത്താണ് ഞാൻ പിന്നീട് ഉണ്ടാക്കിയത്. അത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ അമ്മയൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പം അധികമൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അതിൽ ഒരു ചിരട്ടയ്ക്ക് ഇങ്ങനെ 3, ഞങ്ങളൊക്കെ നാട്ടിൽ കണ്ണ് എന്നാണ് പറയുന്നത്, 3 കണ്ണുള്ളതിൽ ഒരെണ്ണം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതായിരിക്കും. അതായത് നമ്മളിങ്ങനെ എന്തുകൊണ്ടേലും വെച്ച് തട്ടിയാൽ പോകുന്നത്. അത് നമ്മുടെ കുക്കറിൽ ഇറങ്ങാൻ പാകത്തിന് അതിൻ്റെ ആ ഹോള് കുറച്ച് വലുതായിട്ട് എടുത്താൽ മതി. പിന്നെ സാധാരണ പോലെ നമ്മൾ തേങ്ങ അതിനുള്ളിലിട്ടിട്ട് നമ്മുടെ അരിപ്പൊടി അതിൽ നിറച്ച് ആവിയിൽ വെച്ചെടുക്കാം. പിന്നൊരു കാര്യം, ചിരട്ടയിൽ നിങ്ങൾ പുട്ടുണ്ടാക്കുവാണെങ്കിൽ അത് നമ്മൾ ഇപ്പോൾ പുട്ടിന് വേണ്ടിയിട്ട് പുതിയ തേങ്ങ ചിരവുമല്ലോ, ആ ചിരട്ട എടുക്കുന്നതാവും കേട്ടോ നല്ലത്. അല്ലെങ്കിൽ പഴയ ചിരട്ടയാവുമ്പം അതിൽ ആ തേങ്ങയ്ക്കൊക്കെ ഒരു കാറൽ വരുമല്ലോ. അതുകൊണ്ട് ഫ്രഷ് ചിരട്ട എടുക്കണം എപ്പോഴും, അതാണ് നല്ലത്.
നമ്മുടെയൊക്കെ വീട്ടിൽ പുട്ടിൻ്റെ പാത്രം ഉണ്ടല്ലോ, എങ്കിലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ചിരട്ടയിൽ ആ പുട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അത് ഉണ്ടാക്കി നോക്കിയാൽ അറിയാം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളത് ഒന്ന് എന്നോട് അഭിപ്രായം പറയണേ. നമുക്കൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. പണവും പ്രതാപവും നമുക്കെന്തിനാ, പുട്ടുണ്ടല്ലോ പുട്ടിൻ പൊടിയുണ്ടല്ലോ. പണവും